ഈ വേദന ഒരിക്കലും രോഗമല്ല, വേദന ഒരു അനുഗ്രഹമാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ രാവിലെ 4:30നും 6:00നും ഇടയിൽ ഈ വലത്തു മൂക്ക് തുറക്കണം. അപ്പോൾ അവൻ ഉത്സാഹത്തോടു കൂടി എഴുന്നേൽക്കും. നമ്മൾ ഉച്ചഭക്ഷണം എന്നുള്ള ഒരു ശൈലിയിലേക്ക് മനുഷ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഭാരതീയർ വന്നിട്ടുള്ളത് ഈ വലതു മൂക്ക് തുറക്കുന്ന സമയത്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ദഹനം നടക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ള ഏറ്റവും ഒരു പ്രത്യേകത, ഗുരുനാഡി എന്നൊരു നാഡിയുണ്ട്. അതിനെ ഇംഗ്ലീഷിൽ വേഗസ് എന്ന് പറയും. അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഉണ്ട് എന്നാൽ കാണാൻ സാധിക്കില്ല, എല്ലാത്തിനും കാരണമായിരിക്കുന്നതും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും സകല സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും. ഇതേ ഡെഫിനിഷൻ എടുത്തിട്ടാണ് ദൈവത്തിൻ്റെ വ്യാഖ്യാനം പലരുന്നത്. വിഷമർമ്മം എന്ന് പറഞ്ഞൊരു മർമ്മമുണ്ട് കാലിൽ. ഈ വിഷമർമ്മത്തിൽ ഒരു പ്രത്യേക അളവിൽ ഞെക്കിയാൽ ആംബുലൻസിൽ കൊണ്ടുവന്ന ആൾ എഴുന്നേറ്റ് ഓടുന്നത് കാണാം. ഒരുപാട് അറിവുള്ളവരെ ചികിത്സിക്കാൻ പ്രയാസമാണ്, പക്ഷെ വിദ്യാഭ്യാസമുള്ളവരെ ചികിത്സിക്കാൻ എളുപ്പമാണ്. അത് രണ്ടൊന്നല്ലേ? അല്ല, ശരീരവുമായിട്ട് പിണങ്ങി ഒരു വാടക വീട്ടിൽ വാടക കൊടുക്കാതെ താമസിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് പലരും സ്വന്തം ശരീരത്തിൽ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പലപ്പോഴും മടി ഉണ്ടാവും. ആ സമയത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇടത്തെ മൂക്കായിരിക്കും തുറന്നിരിക്കുന്നത്. വലത്തെ മൂക്കിനെ മടി വലത്തെ മൂക്കിനെ സൂര്യനായിട്ടും ഇടത്തെ മൂക്കിനെ ചന്ദ്രനായിട്ടും കൽപ്പിച്ചിട്ടുണ്ട്. സാങ്കല്പികമാണ്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എല്ലാവരുടെയും. അപ്പൊ നമ്മുടെ വലത്തെ മൂക്കിലൂടെ കയറുന്ന ശ്വാസവും ഇടത്തെ മൂക്കിലൂടെ കയറുന്ന ശ്വാസവും, നമ്മൾ രാവിലെ ഉണരുക, ഉദയം അഥവാ ഉദയാൽ പരം എന്ന് പറയുന്ന ആ കൃത്യത എപ്പോഴാണ് ഉദയം? നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഉദയവും പ്രകൃതിയുടെ ഉണർവും ഉദയവും തമ്മിൽ പൊരുത്തം വേണം. അതിന് രാവിലെ നമ്മളുടെ വലതു മൂക്ക് തുറക്കുന്നത് ആ നിമിഷമാണ് നമ്മളുടെ ഉദയം. വലതു മൂക്ക് നമുക്ക് തുറക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഉത്സാഹത്തോടെ എഴുന്നേൽക്കും, ചാടി എഴുന്നേറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇടതു മൂക്കാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ മടിയും അലസതയും ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ രാവിലെ ഏതെങ്കിലും ഒരു ഹോളെ വർക്കിംഗ് ആവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. സാധ്യതയുള്ളൂ അല്ല, രണ്ട് മൂക്കും തുറക്കുന്ന സമയമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഏകദേശം ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ രാവിലെ 4:30നും 6:00നും ഇടയിൽ ഈ വലത്തു മൂക്ക് തുറക്കണം. അപ്പോൾ അവൻ ഉത്സാഹത്തോടു കൂടി എഴുന്നേൽക്കും. 6 മണിയാകുമ്പോഴേക്കും അവൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിയുന്ന ഒരു സമയമുണ്ട്. അവൻ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും 2 മൂക്കും തുറക്കും. ഇത് എല്ലാവർക്കും എല്ലാ കാലാവസ്ഥയിലും എപ്പോഴും സംഭവിക്കണമെന്നില്ല. ഇതൊരു പൊതുവായിട്ട് പറയുന്ന ഇതിൻ്റെ ഒരു കണക്കാണ്. ഒരു 2.5 നാഴിക കഴിഞ്ഞാൽ സൂര്യൻ മാറി ചന്ദ്രൻ വരണം. ഇത് മാറിക്കൊണ്ടിരിക്കും. ഓരോ 2.5 നാഴികയിൽ ഇതിൻ്റെ മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് ഒരു ജനറലായിട്ട് പറയുന്നതാണ്. അല്ല, അപ്പൊ പിന്നെ നമ്മൾ ഈ വലിക്കുന്ന ശ്വാസം നേരെ ഒരുമിച്ച് ശ്വാസകോശത്തിലേക്ക് പോകുന്നു എന്ന് പറയാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം എത്തി, രാത്രിയായി. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വലതു മൂക്ക് തുറന്നിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഉച്ചഭക്ഷണം എന്നുള്ള ഒരു ശൈലിയിലേക്ക് മനുഷ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഭാരതീയർ വന്നിട്ടുള്ളത് ഈ വലതു മൂക്ക് തുറക്കുന്ന സമയത്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ദഹനം നടക്കുന്നത്. രാത്രിയിലത്തെ ഭക്ഷണം 6 മണിക്ക് മുമ്പ് കഴിക്കണം. അതായത് വലതു മൂക്ക് തുറന്നിരിക്കുമ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കണം. ഇടതു മൂക്ക് തുറക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം ആമത്വത്തിനെ വർദ്ധിക്കും, ശരീരത്തിൽ വിഷങ്ങൾ നിറയാൻ കാരണമാകും. രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് ചന്ദ്രൻ ഉദിക്കണം. പലർക്കും വലതു മൂക്ക് ഉറക്കം വരത്തില്ല. നമുക്ക് ഉറക്കം വരാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും, വലതു മൂക്ക് തുറന്നിരിക്കും. ഉന്മാദ രോഗങ്ങളൊക്കെ ഉള്ളവരുടെ പലരുടെയും വലതു മൂക്കായിരിക്കും കൂടുതൽ തുറന്നിരിക്കുന്നത്. അല്ല, അപ്പൊ അങ്ങ് പറയുന്ന കാര്യങ്ങൾ വീണ്ടും കോൺട്രവേഴ്സി വരികയാണ്. പ്രാണായാമം തെറ്റാണ്, അത് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രാണായാമം ഇതൊരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മറ്റു ചില ഉപയോഗങ്ങളുണ്ട്. മൂക്ക് തുറക്കാനൊക്കെ. അതെ. ഈ ചെയ്യുന്ന പ്രാണായാമത്തിന് ഈ ഇടാപിംഗള എന്ന് പറഞ്ഞിട്ട് മൂലാധാരം നട്ടെല്ലിന്റെ താഴെയുള്ള ആ പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ബന്ധം ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇതിൻ്റെ നിയന്ത്രണം. ഇട തുറക്കേണ്ട സമയത്ത് ഇട തുറക്കണം, പിങ്കള തുറക്കേണ്ട സമയത്ത് പിങ്കള തുറക്കണം. മസ്തിഷ്കത്തിനകത്തേക്ക് പോകുന്ന വളരെ നേർത്ത ഒരു പ്രാണൻ, ആ പ്രാണനാണ് നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ
അല്ലെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ആഹാരം എന്ന് പറയുന്നത് ഈ ചെല്ലുന്ന വായുവാണ്. ഇത് അടഞ്ഞു പോയാൽ ആ വ്യക്തി രോഗിയായിട്ട് മാറും കാലക്രമേണ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്. ആയുർവേദ ചികിത്സകളിൽ നസ്യത്തിന് പ്രാധാന്യം വരുന്നത് ഇവിടെയാണ്. ഈ അണുതൈലം, ആ പേര് സൂക്ഷ്മമാണത്. ഈ മൂക്കിലേക്ക് അണുതൈലം ഒഴിക്കുമ്പോൾ നേരിട്ടിത് ബ്രെയിനിലേക്ക് കയറിപ്പോവില്ല. മറിച്ച് ഈ അണുതൈലത്തിനകത്തുള്ള നേർത്ത ഇതിൻ്റെ പ്രഭാവത്തിനെ പ്രാണവായുവുമായിട്ട് ചേർന്നിട്ടാണ് അത് ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. മറ്റൊരു അണുതൈലത്തിൻ്റെ പ്രവർത്തനം ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഈ കാൽസ്യവും മറ്റ് അഴുക്കുകളുമൊക്കെ ഇവിടെ വന്നടിയും. അതിനെ ശുദ്ധീകരിക്കുക, തുറക്കുക എന്നുള്ളതാണ്. പല രോഗങ്ങൾക്കും നസ്യം, ഇപ്പോൾ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് നസ്യം ചെയ്യാൻ പറയാറുണ്ട്. നസ്യത്തിനൊക്കെ ഞങ്ങൾക്ക് നിരവധി കൂട്ടുകളുണ്ട്. ഈ അണുതൈലമൊക്കെ ഉണ്ടാക്കുന്ന രീതി പോലും ഞങ്ങളുടെ അത് വ്യത്യാസമാണ്. ഈ അണുതൈലം തളർന്ന വ്യക്തിക്ക് അണുതൈലം കൊണ്ട്, ശരിയായിട്ടുള്ള അണുതൈലം കൊണ്ട്, വൃശ്ചിക മാസത്തിലെ പൂയം നക്ഷത്രത്തിൽ പെയ്യുന്ന മഴയുടെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ട് ആ വെള്ളത്തിനകത്ത് നിർമ്മിക്കുന്ന ആട്ടുംപാലൊക്കെ ചേർത്ത് നിർമ്മിക്കുന്ന അണുതൈലം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ സ്ട്രോക്ക് വന്ന വ്യക്തിയെ സുഖപ്പെടുത്താൻ സാധിച്ച നിരവധി അനുഭവങ്ങളുണ്ട്. അവിടെ സംഭവിക്കുന്നത് ഇത് തുറക്കുകയാണ്. ഇത് തുറന്നാൽ മാത്രമേ ബാക്കി 10 നാഡിയുടെയും പ്രവർത്തനം സുഗമമായിട്ട് നടക്കൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ 3 വസ്തുക്കളെയാണ്, നടുക്കിരിക്കുന്നതാണ് സുഷുപ്ന. ഈ സുഷുപ്ന തുറക്കുന്നാലാണ് 2 മൂക്കും തുറക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ട വ്യക്തി, നമ്മുടെ പ്രണയിനി, അല്ലെങ്കിൽ നല്ലൊരു ക്ഷേത്രം, അതല്ലെങ്കിൽ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സമയത്ത് നമുക്ക് 2 മൂക്കും തുറക്കുന്നതായിട്ട് അനുഭവപ്പെടും. അല്ല, ഇതൊരു പ്രത്യേക ടൈം ഗ്യാപ്പിൽ തുറക്കുന്നതല്ല. ഒരു ടൈം ഗ്യാപ്പിലല്ല. നമുക്ക് ചില നല്ല വ്യക്തികളുടെ അടുത്ത് ചെന്നാൽ, ചില നല്ല സ്ഥലങ്ങളിലേക്ക് കയറിയാൽ, പെട്ടെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം, കോട്ടുവായി ഇതൊക്കെ വരുന്നത് ഈ മൂക്ക് മാറിപ്പോകുന്നതാണ്. അതായത് ഓരോ 2.5 നാഴികയിലും 2 മൂക്കിൻ്റെ ഹോളുകളും അതിൻ്റെ ശ്വസന പ്രക്രിയയിൽ ഏതെങ്കിലും ഒന്ന് ശക്തി പ്രാപിക്കുമെന്ന് അങ്ങ് പറയുമ്പോഴും, എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഏറ്റവും കംഫർട്ടായി നല്ല സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ ഇത് 2 ഒരേപോലെ ശക്തി പ്രാപിക്കുമെന്നാണ്. അതെ, ഇത് തുറക്കും. സുഷുപ്ന എന്ന് പറയുന്ന ആ തത്വം പ്രവർത്തിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്നതിനകത്ത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഇസ്ലാമിക വിധിപ്രകാരമുള്ള നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ നമസ്കാരങ്ങൾ ശരിയായിട്ട് ചെയ്താൽ, ശരിയായിട്ട് എന്നുള്ള ഒരു വാക്കുണ്ട്. അതായത് ആഹാരം, മറ്റ് പ്രവൃത്തികൾ ഒക്കെ ഇതിനകത്തുണ്ട്. ദാനം കൊടുക്കുന്നതും മിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതുമൊക്കെ ഇസ്ലാമിക ദർശനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ശരിയായിട്ട് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഈ ആരോഗ്യ ഗുണവും ഒപ്പം ഉറപ്പായിട്ടുണ്ടാകും. അതായിരിക്കും 5 നേരം നിസ്കരിക്കണം. അതായിരിക്കാം. അത് പണ്ഡിതന്മാർ പറയേണ്ട. ഇത് പുറത്തു നിന്ന് നോക്കുന്ന, അതിനെ ആദരവോടുകൂടി നോക്കുമ്പം നമ്മുടെ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ്. അത് എത്രത്തോളം കൃത്യമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ നിരീക്ഷണത്തിൽ ഇങ്ങനെയാണ്. ഈ കൃത്യമായ സമയത്തുള്ള നമസ്കാരം ഇതിനെ തുറക്കും. അപ്പൊ ഇതിൻ്റെ അകത്താണ് 96 അങ്കുലമുള്ള ഗാത്രത്തിൽ നെറ്റിയുടെ മധ്യഭാഗത്തായിട്ട് മൂലാധാരം ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടുമുകളിലാണ് സ്വാധിഷ്ഠാനം, അതിൻ്റെ തൊട്ടുമുകളിലാണ് മണിപൂരകം, അതിൻ്റെ അങ്ങനെ പോയിട്ടാണ് ഏറ്റവും മുകളിലായിട്ടാണ് സഹസ്രാരം എന്ന് പറയുന്ന ഭാഗം. അത് തലയ്ക്ക് പുറത്താണെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇത് മുകളിലോട്ടല്ല പോകുന്നത്, അകത്തേക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കിലേക്കാണ് പോകുന്നത്. അതെ, പോകുമ്പോൾ ഈ മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ നമ്മൾ ഹൈപ്പോതലാമസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു നേർത്ത ബിന്ദുവിലേക്ക് ഇതെത്തും. പിള്ളപ്പതപ്പ് എന്ന് പറയുന്ന ആദിമർമ്മം എന്ന് വിളിക്കുന്ന ആ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് നമ്മുടെ കൃത്യം ഉച്ചി ഉണ്ട്, ഈ ഉച്ചിയിൽ നിന്ന് താഴേക്കൊരു സൂചി ഇറക്കിയാൽ ചെന്ന് മുട്ടുന്ന എന്ന് സാങ്കല്പികമായിട്ട് പറയുന്ന ഒരിടത്തിലേക്കാണ് ഇത് ചെല്ലുന്നത്. ഈ 6 ആധാരങ്ങളും നമ്മുടെ ശിരസിനകത്താണ്. അല്ല, അപ്പോഴും അങ്ങ് 6-ലാണ് നിൽക്കുന്നത്, 7-ലെത്തുന്നില്ല. ഇല്ല, ഈ 6 ആധാരങ്ങൾ, ഷഡാധാരങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. പിന്നീട് അതിൻ്റെ മുകളിലോട്ട്
ചില രഹസ്യ സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അതൊരു ചർച്ചയിൽ ഇങ്ങനെ ഇരുന്ന് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ശാസ്ത്രം. അതിന് മുകളിലോട്ട് മറ്റു ചില രഹസ്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്നാണ് ഈ 6ാമത്തെ പോയിന്റിന് മുകളിൽ നിന്നാണ് ശരീരത്തിൻ്റെ നാഡികൾ പുറപ്പെടുന്നത്. 10 നാഡികൾ. അതിനെ ആധുനിക ശാസ്ത്രം 12 എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. ഈ 10 നാഡികൾ പുറപ്പെടുന്നത്, ആ നാഡികളിൽ കണ്ണിനെ നിയന്ത്രിക്കുന്നത്, ഗന്ധത്തിനെ, രസത്തിനെ, കേൾവിയെ, ഈ മുഖത്തിൻ്റെ ചലനത്തിനെ നിയന്ത്രിക്കുന്നത് ഒക്കെ കഴിഞ്ഞാൽ ഗരുഡനാഡി എന്ന് പറഞ്ഞൊരു നാഡിയുണ്ട്. ഈ ഗരുഡനാഡി 4 കുംഭങ്ങളിലേക്കാണ് എത്തുന്നത്. 4 കുംഭം, അതായത് ശരീരത്തിന് ഉള്ളിൽ 4 കുംഭസ്ഥാനങ്ങളുണ്ട്. ഹരിദ്വാർ, കാശി, ഉജ്ജയിൻ, മഹാകാലേശ്വർ, ത്രംബകേശ്വർ. ഇത് നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ശരീരത്തിലെ ഭാഗങ്ങളാണ്. ഈ തൃശങ്കു എന്ന് പറയുന്ന ഈ മർമ്മസ്ഥാനത്തിന് ഹരിദ്വാർ എന്നും അയോധ്യ എന്നും വിളിക്കാറുണ്ട്. ഇവിടം ഇതിന് തൊട്ടുപുറകിൽ ഇതിൻ്റെ നട്ടലിലാണ് ത്രംബകേശ്വരം എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഇവിടെയാണ് കാശി എന്ന് പറയുന്ന ഭാഗത്തിനെ കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഉജ്ജയിൻ മഹാകാലേശ്വർ. നമ്മൾ തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും ഉച്ചയമ്മൻ കോവിൽ എന്ന് പറയത്തില്ലേ, ഉച്ചി അമ്മൻ കോവിൽ, ഉജ്ജയിൻ അമ്മൻ കോവിലാണ്. ഇതിനെ 4നെയും ഗരുഡനാഡി പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥാനങ്ങളെ, ഈ വർമ്മ സ്ഥാനങ്ങളെ ഒരു ഗരുഡനാഡി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഏറ്റവും മനോഹരമായ മനുഷ്യൻ്റെ ഉള്ള ഏറ്റവും ഒരു പ്രത്യേകത, ഗുരുനാഡി എന്നൊരു നാഡിയുണ്ട്. അതിനെ ഇംഗ്ലീഷിൽ വേഗസ് എന്ന് പറയും. നാടോടി, ജിപ്സി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മളതിനെ ആദിശങ്കര നാഡി. ഈ നമ്മൾ സിദ്ധികളും ഈ ചികിത്സയുടെയും ഒക്കെ ഏറ്റവും അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ചികിത്സിക്കാൻ വേണ്ടി ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് ഈ ഗുരുനാഡിയാണ്. അതിലാണ് സിദ്ധി എന്ന് പറയുന്നത്. അതെ, അല്ലേ? ഗുരുനാഡി. അതിനൊരു നാടോടി നാഡി എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? അത് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കും. അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഉണ്ട് എന്നാൽ കാണാൻ സാധിക്കില്ല, എല്ലാത്തിനും കാരണമായിരിക്കുന്നതും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും സകല സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും. ഇതേ ഡെഫിനിഷൻ എടുത്തിട്ടാണ് ദൈവത്തിൻ്റെ വ്യാഖ്യാനം പലരും നടത്തുന്നത്. അതുകൊണ്ടായിരിക്കും ഗുരുനാഡി എന്ന് വിളിക്കുന്നത്. ഗുരുനാഡി. ഗുരുനാഡിയിൽ പരമൊരു നാഡിയില്ല, ജ്ഞാനത്തിനപ്പുറം ഇത്രമാത്രം. ഈ നേരത്തെ 7ാമത്തെ ഭാഗത്തിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ ഒരു സൂചനയാണിത്. ഗുരുനാഡിയിൽ പരമൊരു നാഡിയില്ല, ജ്ഞാനത്തിൻ്റെ അപ്പുറത്താണിത്. ഈ ഗുരുനാഡി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ആ ഗുരുനാഡിയുടെ വ്യാപനം ആധുനിക ശാസ്ത്രം അരക്കെട്ടിൽ വരെ എത്തുമ്പോൾ നമ്മളത് താഴേക്ക് ഇറങ്ങുന്നതായിട്ട്, കാലിലൂടെ സഞ്ചരിക്കുന്ന ഓരോ കാലിലും പ്രധാനപ്പെട്ട 10 നാഡികളുണ്ട് ഓരോ ചലനത്തിനെ നിയന്ത്രിക്കാൻ. അത് നടരാജനാഡി അഥവാ നടനനാഡി, പെരുംനാഡി. ഈ പെരുംനാഡിയാണ് ഈ സയാറ്റിക് എന്ന് വിളിക്കുന്ന, അതിനുണ്ടാകുന്ന കുഴപ്പമാണ്. നമുക്കതിനെ നേരെയാക്കാൻ 2 മിനിറ്റ് മതി. ആ വ്യക്തിയെ പരിചയപ്പെട്ട് അയാളുടെ വായുവിനെയൊക്കെ ഒന്ന് കളഞ്ഞ്, എത്രയോ പേരെയാണ് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഗുരുനാഡിയിൽ നിന്ന് ഈ പെരുംനാഡിയുടെ ചികിത്സ നടത്തി. അതൊരു പ്രത്യേക വിഷമർമ്മം എന്ന് പറഞ്ഞൊരു മർമ്മമുണ്ട് കാലിൽ. ഈ വിഷമർമ്മത്തിൽ ഒരു പ്രത്യേക അളവിൽ ഞെക്കിയാൽ അവിടെ ഒരു കട്ട പോലെ കെട്ടിക്കിടക്കുന്ന ഒരു തടസ്സം ഉണ്ടാകും. ആ തടസ്സം നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംബുലൻസിൽ കൊണ്ടുവന്ന ആൾ എഴുന്നേറ്റ് ഓടുന്നത് കാണാം. 1 അല്ല 2 അല്ല, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടുന്നത് ഈ പ്രവർത്തനം, ഈ വിഷമർമ്മം. ഇത് കേട്ടിട്ട് ഇതിനെ അനുകരിച്ചേക്കാൻ പലരും. ഇത് കേട്ടിട്ട് എൻ്റെ ഒപ്പം നടന്നിട്ടുള്ള ചിലർ പോലും ഇതിനെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് അങ്ങനെ അനുകരിക്കാൻ പറ്റത്തില്ല. കേട്ടറിവല്ലത്, തിരിച്ചറിവ്. അപ്പം ഈ ശരീരം എമ്പാടും വ്യാപിച്ചിരിക്കുന്ന നാടോടിയാണ് ഈ ഗുരുനാഡി. ഈ ഗുരുനാഡിയാണ് നമ്മുടെ ഈ ചികിത്സകളുടെ ഒക്കെ അടിസ്ഥാനം. ഈ നാഡീശാസ്ത്രം, നാഡി ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയുന്ന ശാസ്ത്രം എൻ്റെ ശാസ്ത്രത്തിൽ അത് പറയുന്നില്ല, അങ്ങനെ പിടിച്ചു നോക്കാൻ പറയുന്നില്ല.
എൻ്റെ ജീവിതത്തിൽ ഈ നാഡീശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. രാഘവൻ വൈദ്യർ എന്ന് പറയും, കാഞ്ഞൂരുള്ള. അപ്പോൾ രാഘവൻ വൈദ്യർ അടുത്ത് ഞാൻ ചികിത്സിക്കാൻ പോയി. എനിക്ക് വയറിന് അസിഡിറ്റി ആയിട്ട് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ നാഡി പിടിച്ച് നോക്കി ആഹാരം സമയത്ത് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ക്യൂർ ചെയ്തു. ഒരു 4 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും അദ്ദേഹത്തെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചിട്ട് നമ്മളോടൊരു ഒരു ചെറുമകൻ്റെയോ അല്ലെങ്കിൽ ഇളയ മകൻ്റെയോ ഒക്കെ ഒരു വാത്സല്യത്തിൽ തോളെ കൈയൊക്കെ ഇട്ട് എൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ട് ചോദിച്ചു, നീ ഏത് ആൻറ്റിബയോട്ടിക്കാണ് പോയി? ഞാൻ ആൻറ്റിബയോട്ടിക് ഒന്നും ചെയ്യുന്നില്ല, സീർട്ടുവലി തുടങ്ങിയോ? ഞാൻ ഞെട്ടിപ്പോയി. 4 വർഷം മുമ്പ് എൻ്റെ നാടി പിടിച്ച മെമ്മറി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. ഇതാണ് ഇതിനകത്ത് ഒരു സിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിദ്ധിയുടെ തലം ഗുരുനാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറിവും തിരിച്ചറിവും പരിചയവും ഒക്കെ ആയിട്ടിങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് എന്താ പറയുക വിശദീകരിക്കാൻ പറ്റാത്തൊരു തലമാണതല്ലേ? അതെ, പക്ഷെ ഇത് പഠിക്കാം. അതിന് ദൈവവിശ്വാസമൊന്നും വേണമെന്നോ ഒന്നുമില്ല. നിർബലമായ ഒരു മനസ്സുണ്ട് എങ്കിൽ ആർക്കും പഠിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മളൊരിക്കൽ സംസാരിച്ചപ്പം അങ്ങ് പറഞ്ഞത് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലേ? അതെ 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 അതെ. ഈ ഒരുപാട് അറിവുള്ളവരെ ചികിത്സിക്കാൻ പ്രയാസമാണ്. പക്ഷെ വിദ്യാഭ്യാസമുള്ളവരെ ചികിത്സിക്കാൻ എളുപ്പമാണ്. അത് രണ്ടും ഒന്നല്ലേ? അല്ല, വിദ്യയും ഇത് രണ്ടും രണ്ടാം. ഈ കാര്യങ്ങളെ യുക്തിയോടുകൂടി സമീപിക്കുന്നവനെ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണ്. കാര്യങ്ങളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ചികിത്സിക്കുന്നവനെ വലിയ പ്രയാസമാണ്. നമ്മുടെ യുക്തി ബോധ്യപ്പെടണം. ഇപ്പോൾ പലരും ഞാനൊരു ദിവ്യനാണ്, ഞാനൊന്ന് തൊട്ടാൽ സുഖപ്പെടും എന്ന് ധരിച്ചു വരുന്ന വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളെ അല്ല, മറിച്ച് യുക്തിയോടുകൂടി എനിക്കെന്ത് പറ്റി, എന്താണ് എൻ്റെ കുഴപ്പം എന്ന് അന്വേഷിച്ചു വരുന്നവരോടെ ഒരു സംഭാഷണത്തിലൂടെയാണ് ചികിത്സ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അതിൻ്റെ യുക്തി നമ്മൾ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ, അല്ല എന്നെ ആരോ മന്ത്രവാദം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചികിത്സിക്കാൻ പറ്റില്ല. മനുഷ്യന് രോഗം വരുന്നതും മന്ത്രവാദമായിട്ടൊന്നും യാതൊരു വിശ്വാസം. അതായത് ജഗതിയുടെ വയറ് കീറി വിഴുങ്ങിയ കുതിരയെ പുറത്തെടുത്തിട്ട് കുതിരയെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വിഴുങ്ങിയത് വെള്ളക്കുതിരയല്ല എന്ന് പറഞ്ഞു കൊടുത്ത അതേ അവസ്ഥയാണ്. അപ്പൊ ഈ വിശ്വാസികളെ, ഈ അന്ധവിശ്വാസികളെ അല്ലെങ്കിൽ ഇത്തരം അത്ഭുതങ്ങളെ തേടി നടക്കുന്നവരെയൊക്കെ ചികിത്സിക്കാൻ വലിയ പ്രയാസമാണ്. മറിച്ച് യുക്തിയുള്ളവൻ, ചോദ്യം ചോദിക്കുന്നവൻ, എനിക്കെന്താണ് പറ്റിയത്, നിങ്ങൾ വിശദീകരിച്ചു തരും, ഞാൻ ശ്രദ്ധയോടുകൂടി കേൾക്കാം. അത് കേട്ട് കഴിയുമ്പോൾ അതിനെ ഒന്ന് തുലനം ചെയ്ത് നോക്കാൻ, ആ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവനിൽ എന്ത് നടക്കും? ആ പരിവർത്തനം വന്നു തുടങ്ങും. ഇതാണ് ഈ ചികിത്സയുടെ അടിസ്ഥാനം. ഇത് അഗസ്ത്യ മഹർഷിയിൽ നിന്നാണ് ഈ പാരമ്പര്യം വരുന്നത്. അതുകൊണ്ടാണ് ഈ പയറ്റുമുറകളും ഇതും തമ്മിൽ യോജിക്കുന്നത്. ഈ ചെങ്ങന്നൂരാദി എന്നൊരു സമ്പ്രദായമാണ് ഞാൻ ചെയ്യുന്ന അഭ്യാസങ്ങളുടെ, ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ എല്ലാം കുറേശ്ശെ പഠിച്ചിട്ടുണ്ട്. ഈ ചെങ്ങന്നൂരാദി ഒരുപാട് അഭ്യാസങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് അഭ്യാസങ്ങളേ ഉള്ളൂ. അത് പഠിച്ചാൽ ശരീരബോധം വരും. നമ്മുടെ കളരിയിലെ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ, കളരിയിലെ പല കുട്ടികൾക്കും ഔഷധങ്ങളൊന്നും അറിയില്ല, പക്ഷേ ചികിത്സാമുറകൾ സ്വാഭാവികമായിട്ടും കൈവരുന്നുണ്ട് ഈ അഭ്യാസങ്ങൾ വഴിയാണ്. അതായത് ശരീരത്തെ നമ്മൾ തന്നെ അങ്ങ് നന്നായി മനസ്സിലാക്കി മാറുമ്പോഴത്തേക്ക് ഇതിനോടൊരു സിദ്ധി ഉണ്ടാവും. അതെ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, എത്ര ഭാരമുണ്ട്? അയാൾ അന്തിച്ചു നോക്കൂ, എനിക്ക് എത്ര ഭാരമുണ്ട്. അതായത് ശരീരവുമായിട്ട് പിണങ്ങി ഒരു വാടക വീട്ടിൽ വാടക കൊടുക്കാതെ താമസിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് പലരും സ്വന്തം ശരീരത്തിൽ ജീവിക്കുന്നത്. മുട്ടിന് നീരുണ്ടോ? അതൊന്നുകൂടെ പറയണം. ഒരു വാടക വീട്ടിൽ വാടക കൊടുക്കാതെ ആ വാടക വീടിനെ ഒരിക്കൽ പോലും പരിപാലിക്കാതെ അങ്ങനെ താമസിക്കുന്ന ഒരു താമസക്കാരനെ പോലെയാണ് പലരും സ്വന്തം ശരീരത്തിൽ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, മുട്ടിൽ നീരുണ്ടല്ലോ. നമ്മൾ ഈ ക്ലാസ്സിൽ അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അന്നേരം ബുക്കൊന്ന് മറിച്ച് നോക്കുന്ന കുട്ടികളില്ലേ?
മുട്ടിന് നീരുണ്ടോ എന്ന് പറഞ്ഞ് അന്നേരം അവരാണ് നോക്കുന്നത്. അയ്യോ എൻ്റെ മുട്ടിന് നീരുണ്ട്. പാദത്തിലെ നീര് കണ്ടിട്ടായിരിക്കും നമ്മൾ ഇത് ഊഹിക്കുന്നത്. പാദത്തിലെ നീരും അവർ കണ്ടിട്ടുണ്ടാവില്ല, മുട്ടിലെ നീര്. ഇവർക്ക് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, വേദന. ശരീരത്തിൽ എവിടെ നീരുണ്ട്, ശരീരം മനുഷ്യൻ എത്രത്തോളം ദുർബലമായി, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. വേദന മാത്രമാണ്. ഈ വേദന ഒരിക്കലും രോഗമല്ല, വേദന ഒരു അനുഗ്രഹമാണ്. നമ്മുടെ മുമ്പിൽ വരുന്നവന് വേദനയുണ്ട് എന്ന് കേട്ടാൽ നമുക്ക് പകുതി ആശ്വാസം. കാരണം ഇത് ഐഡന്റിഫൈ എന്താണെന്നുള്ളത് അല്ലെ, എവിടെയാണെന്നുള്ളത്. അതെ, ഈ മരവിച്ചു പോയതാണെങ്കിൽ അത് അപകടം. അപ്പൊ ചികിത്സ കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ വേദന കൂടി എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് സന്തോഷം വരും. കാരണം ഇതിൽ 7 ദിവസം കഴിയുമ്പോൾ ഇത് നോർമലാവും, കൂടിയിട്ടേ കുറയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മരവിച്ചിരുന്ന കാലിലെ നാഡി, നടനനാഡി, ഈ പാദം പതിഞ്ഞു പോകുന്ന, നമുക്ക് പാദം പൊക്കാൻ പറ്റാത്തതൊക്കെ ഈ നടനനാഡിക്ക് തകരാറ് വരുന്നത് കൊണ്ടാണ്. ഇത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്ന പാദം കഷായം കഴിച്ച് 15 ദിവസം കഴിയുമ്പോൾ കാലയിലൊക്കെ മൊത്തം വേദന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇത് ഫലിച്ചു തുടങ്ങി. അതായത് ഇവൻ സ്റ്റിമുലേറ്റഡ് ആയി തുടങ്ങി. അതെ, അറിഞ്ഞു തുടങ്ങി. ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതാണ് വേദന. വേദന ഒരിക്കലും ഒരു രോഗം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രോഗമുള്ളവനും വേദന വരാം, ഇല്ലാത്തവനും വേദന വരാം. ശരീരത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഈ വേദന. അപ്പൊ ഈ ശരീരത്തിലെ മസ്തിഷ്കത്തിൽ നിന്ന് വരുന്ന 10 നാഡികളും അതിൻ്റെ വിന്യാസവുമാണ് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം മുഴുവൻ. ഈ ശരീരത്തിൻ്റെ 5 ലെയറുമായിട്ടും ഈ നാഡികൾക്ക് ബന്ധമുണ്ട്. ഈ യൂണിവേഴ്സിൻ്റെ ഒരു പ്രതിരൂപമാണ് മനുഷ്യ ശരീരം. അപ്പോൾ അങ്ങനെ മുമ്പ് ഈ നമ്മളുടെ 108 അമ്പലങ്ങളെ പറ്റിയും 96 ശക്തിപീഠങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞപ്പം നമ്മൾ മുൻപ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ആർക്കിടെക്ചർ മനുഷ്യ ശരീരവുമായി, ശരീരത്തിൻ്റെ ആർക്കിടെക്ചറാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും.